യൂട്യൂബ് ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ സെർച്ച് ക്വയറി ലിങ്കിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. എന്താണ് സെർച്ച് ക്വയറി ലിങ്ക്? പുതിയൊരു യൂട്യൂബർ അദ്ദേഹത്തിന്റെ ചാനൽ തുടങ്ങിയാൽ ആദ്യം ചെയ്യുന്നത് വീഡിയോയ്ക്ക് വ്യൂ കൂട്ടാൻ വേണ്ടി വാട്സാപ്പിൽ ഷെയർ ചെയ്യും, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യും, അതുപോലെ തന്നെ ടെലിഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഷെയർ ചെയ്യും. അതുവഴി കുറച്ചൊക്കെ വ്യൂ കൂടുകയും ചെയ്യും. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ലിങ്കുകൾ വഴി കയറുന്നത് യൂട്യൂബ് കണക്കാക്കുന്നത് ഒരു എക്സ്റ്റേണൽ ക്ലിക്ക് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ വ്യൂ ആയിട്ടാണ്. ഇങ്ങനെ എക്സ്റ്റേണൽ വഴി കയറുന്ന വ്യൂ ഒക്കെ യൂട്യൂബ് നമ്മളുടെ വീഡിയോയെ ഡീഗ്രോത്ത് ചെയ്യാൻ വേണ്ടി സഹായിക്കത്തുള്ളൂ. അതായത് നമ്മൾ ലിങ്ക് ഷെയർ ചെയ്ത് കയറുന്ന വ്യൂ ഒന്നും തന്നെ നമ്മളെ സഹായിക്കില്ല. അത് പക്ഷെ നമ്മളുടെ വീഡിയോയ്ക്ക് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെ മറ്റുള്ളവരിലേക്ക് ഈ ലിങ്ക് എത്തിക്കും? അതിനുള്ള ഒരു ഉപാധിയാണ് ഈ സെർച്ച് ക്വയറി ലിങ്ക്. അപ്പൊ ഈ സെർച്ച് ക്വയറി ലിങ്ക് വഴി കയറുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ ക്ലിക്ക് ആയിട്ട് കണക്കാക്കില്ല. ഇത് യൂട്യൂബിന്റെ തന്നെ സെർച്ച് വഴി കയറുന്നതായിട്ടേ കണക്കാക്കിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ സെർച്ച് ക്വയറി ലിങ്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ സെർച്ച് ക്വയറി ലിങ്ക് ഉണ്ടാക്കുന്നത്? സെർച്ച് ക്വയറി ലിങ്ക് വഴി എങ്ങനെയാണ് നമ്മളുടെ വീഡിയോയുടെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്? നമുക്കത് എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനൊരു യുണീക്ക് കീവേഡ് ഉണ്ട്. അത് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അവിടുന്ന് കോപ്പി ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ കീവേഡാണ് എല്ലാ വീഡിയോയുടെയും ലിങ്കിന്റെ ഫ്രണ്ടിൽ കൊടുക്കേണ്ടത്. ഇതിനൊരു മാറ്റവും കൊടുക്കാതെ, അതായത് കൊറി ഇസിക്കൽ ടു വരെയുള്ള ഒരു ലിങ്ക്, ഒരു കീവേഡ്, അതിനൊരു മാറ്റവും കൊടുക്കാതെയാണ് ഏത് സെർച്ച് ക്വയറി ലിങ്ക് ഉണ്ടാക്കിയാലും അതിന്റെ ആദ്യത്തെ ഭാഗത്ത് ഇതാണ് വരേണ്ടത്. ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എങ്ങനെയാണ് സെർച്ച് ക്വയറി ലിങ്ക് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കിത് മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു, അതിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു യുണീക്ക് കീവേഡാണ്. അത് നമ്മൾ ആദ്യം തന്നെ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളത് പേസ്റ്റ് ചെയ്യുന്നു. ഞാനത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ കൊറി എന്ന് പറയുന്നത് വരെ ഉള്ളതാണ് ഈ യുണീക്ക് കീവേഡ്. അത് ഒരിക്കലും മാറ്റാൻ പാടില്ല. അത് കഴിഞ്ഞ് വേണ്ടത് നമ്മൾക്ക് ഏത് വീഡിയോയുടെയാണോ നമ്മൾ ആ വീഡിയോയുടെ ഹെഡിങ്, ടൈറ്റിൽ നമ്മൾ അവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. ഇനി വേണ്ടത് നമ്മളുടെ ചാനലിൻ്റെ പേരാണ്. ഞാനിവിടെ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മളുടെ കൊറി ലിങ്കിൻ്റെ ഒരു ഡ്രാഫ്റ്റ്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കൊടുത്ത ആ ചാനലിൻ്റെ നമ്മൾ കൊടുത്ത വീഡിയോയുടെ ടൈറ്റിലിൻ്റെ എല്ലാ സ്പേസും മാറ്റണം. കൊറി ഇസിക്കൽ ടു കഴിഞ്ഞുള്ള വരുന്ന എല്ലാ വാക്കുകളുടെയും ഇടയ്ക്കുള്ള അല്ലെങ്കിൽ എല്ലാ സിമ്പിളുകളുടെയും ഇടയ്ക്കുള്ള സ്പേസ് മാറ്റി അവിടെ പ്ലസ് സിമ്പിൾ ഇട്ട് കൊടുക്കണം. എല്ലാ സ്പേസുകളും, എല്ലാ വാക്കുകൾക്കിടയിലും സിമ്പിളുകൾക്കിടയിലുമുള്ള സ്പേസുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. എന്നിട്ട് ആ സ്പേസ് കിടക്കുന്നിടത്ത് സിംഗിൾ പ്ലസ് ഇട്ട് കൊടുക്കുക. വേറെ ഒരു സിമ്പിളും കൊടുക്കൽ, ഒരു പ്ലസ് സിമ്പിൾ കൊടുക്കുക. അതായത് സ്പേസ് മാറ്റി നമ്മൾ പ്ലസ് സിമ്പിൾ ആക്കുന്നു. ആദ്യം നമ്മൾ വീഡിയോയുടെ ഹെഡിങ്ങിൻ്റെ സ്പേസ് എല്ലാം മാറ്റി പ്ലസ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളുടെ ചാനലിൻ്റെ പേരും അതുപോലെ തന്നെ സ്പേസ് മാറ്റിയിട്ട് പ്ലസ് കൊടുക്കുന്നു. എല്ലാ സ്പേസും മാറ്റി സ്പേസ് കിടന്നിടത്തെല്ലാം പ്ലസ് ആക്കി കൊടുക്കണം. സ്പേസ് ഒന്നും കാണരുത്. നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം. സെൻഡ് ചെയ്യുമ്പോൾ ഇത് നീല നിറത്തിലാണ് വരുന്നതെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വർക്കാകും. നീല നിറത്തിലല്ല വരുന്നതെങ്കിൽ അതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു സ്പേസ് ഉണ്ടായിരിക്കും. ഇനി നമ്മളത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മളുടെ വീഡിയോയിലേക്കായിരിക്കും അത് വരുന്നത്. യൂട്യൂബ് സെർച്ചിലേക്കാണത് വരുന്നത്. പക്ഷേ ഏറ്റവും ആദ്യം വരുന്നത് നമ്മളുടെ വീഡിയോ ആയിരിക്കും. അതിൻ്റെ താഴേക്ക് മറ്റ് വീഡിയോകളൊക്കെ വന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മളുടെ വീഡിയോ ആയിരിക്കും ആദ്യമായിട്ട് വരുന്നത്. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്റ്റേണൽ വ്യൂ ആയിട്ട് കണക്കാക്കില്ല. സെർച്ച് ക്വയറി ലിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതൊരു എക്സ്റ്റേണൽ വ്യൂ ആയിട്ട് യൂട്യൂബ് കണക്കാക്കില്ല. യൂട്യൂബിന്റെ സ്വന്തം സെർച്ച് എന്നുള്ള രീതിയിൽ മാത്രമേ ഇത് കണക്കാക്കിയുള്ളൂ. അതുകൂടാതെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ സെർച്ച്
കണ്ടന്റിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. ചിലപ്പോൾ വീഡിയോ വൈറലുമാകാം. അപ്പോൾ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. ചാനൽ ഇഷ്ടമായി എങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റായി താഴെ ഇടണമെന്നും അഭ്യർത്ഥിക്കുന്നു. അപ്പം താങ്ക് യു.